ഇതൊക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണം. വളരെയധികം ഉപകാരപ്രദമാണ്. ബാഹുബലി ഉണ്ട് സ്ഥലം. അതുപോലെ കാസർഗോഡും കവർ ചെയ്ത് നമ്മൾ ഇപ്പം മംഗലാപുരത്തെത്തി. ഇവിടുത്തെ അന്നദാനത്തിന് ഒരു പ്രത്യേകത. ശിവമോഗ ഡിസ്ട്രിക്ട് ഹൈവേ കുന്താദ്രി ഹില്ലിലേക്ക് പോകുന്ന റൂട്ടാട്ടോ. വാനം പറന്ന് പാക്കുമ്പോഴ് സിറകി വീട്ടുക. ഇവിടുത്തെ നാട്ടുകാരുണ്ട്, കർണാടകൻ ആയിട്ടുള്ളൊരു പയ്യൻ പറഞ്ഞതാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പോകുന്നത് അഗൂംബയിലേക്കാണ്. അതേപോലെ തന്നെ ഹംപി നമ്മൾ കവർ ചെയ്യും. നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഹംപിക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 750-800 കിലോമീറ്ററാണ് വരിക. നമ്മൾ അഗൂംബ വഴി കറങ്ങി പോകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 900 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് വരാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉടുപ്പി കവർ ചെയ്യുന്നുണ്ട്. കവർ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കയറുക, അതേപോലെ തന്നെ 1-2 ക്ഷേത്രങ്ങൾ ഉടുപ്പിയിൽ കാണുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. കാസർഗോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് മംഗലാപുരം റൂട്ടിലുള്ളത് ഇപ്പോൾ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. 200 സംതിങ് കിലോമീറ്റർ പോവാണ്ട് കേട്ടോ. കർണാടക നമ്പർ പ്ലേറ്റിലെ വണ്ടികളൊക്കെ കാണാൻ തുടങ്ങി. വൈകുന്നേരത്തൊക്കെ പോയിട്ട് റൂം എടുക്കല് ചിലപ്പോ റിസ്ക് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ സമയം 11 മണി ആയിട്ടുള്ളൂ. എന്തായാലും നമ്മൾ എത്തുമ്പോ ഒരു 4 മണി 5 മണി എന്തായാലും ആവും. ഈ കാറ്റുകൾ ഇപ്പൊ സ്പീഡിൽ പോകാനില്ല. അപ്പൊ അതിന്റെ രീതിയില് കുറച്ച് മെല്ലൊക്കെ പോവുള്ളൂ. അപ്പോ എങ്ങനെയായാലും ഒരു 4-5 മണി ആവും. കോഴിക്കോട്, കണ്ണൂർ, അതേപോലെ തന്നെ കാസർഗോഡും കവർ ചെയ്ത് നമ്മൾ ഇപ്പം മംഗലാപുരത്തെത്തി. ഇനി നമ്മൾക്ക് എങ്ങോട്ട് പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 ഓപ്ഷനുള്ളത്. ഒന്ന് ഉടുപ്പി സ്റ്റേ ചെയ്യുക, എന്നിട്ട് നാളെ അഗുംബ പിടിക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ മൂകാംബികയിൽ സ്റ്റേ ചെയ്യുക. അങ്ങനെ 2 ഓപ്ഷനാണുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊരു തീരുമാനം എടുക്കാമെന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഉടുപ്പിക്ക് പോകണ വഴിക്കുള്ള ഹോട്ടലാട്ടോ. 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഉടുപ്പി എത്തും കേട്ടോ. അതിന് മുന്നുള്ളൊരു ടോൾ ഗേറ്റ് ആണ് ഉടുപ്പി ടോൾ വേ. പക്ഷെ സെറ്റപ്പാണ്, ഒരുപാട് വേസൊക്കെ ഉണ്ട്. എനിക്ക് പറഞ്ഞാലൊരു 7 വേണ്ട കേട്ടോ അതിന്. കർണാടക ഒരു പൊളിയാണ് കേട്ടോ. നമുക്ക് ഉടുപ്പിയിലേക്ക് വന്നപ്പോ കണ്ടൊരു അടിപൊളി ക്ഷേത്രം അറിയാം. ഇതിന്റെ പുറത്ത് കഴിഞ്ഞാൽ സംശയമുണ്ട്. കുറ്റമുട്ട ലുക്കട്ടോ, രക്ഷയില്ല. വാനം പറന്ന് പാക്കുമ്പോഴ് സിറകി വീട്ടുക. എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തിട്ട് വേണം നമുക്ക് ഇങ്ങനെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി നോക്കണം. कुछ मजे है ना कभी नहीं, लेकिन और ना मैंने कैसे ना तू के नहीं ഓക്കെ, പോവാം. അപ്പോൾ അതാണ് റിസപ്ഷൻ കേട്ടോ, നമ്പറും കാര്യങ്ങളൊക്കെ. താങ്ക് യു, വിസിറ്റ് അഗൈൻ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കാട്ടോ. ഈ ഹോട്ടലില് നമ്മൾ ഇന്നലെ വൈകിട്ട് വന്നിട്ട് ഒരു 4 മണി 5 മണി ആകുമ്പോഴേക്ക് എത്തി. ഇവിടെ 4 മണി 4:30 ആകുമ്പോഴേക്ക്. പക്ഷെ ഇവിടെ എത്തിയതിന്റെ ശേഷം ഭയങ്കര റൂം എടുക്കാൻ ഭയങ്കര പണിയാണ്. നമ്മൾ സിംഗിൾ ആയിട്ട് വരുമ്പോ പിന്നെ ഡോർമെട്രി പോലത്തെ ഐറ്റംസ് ഉള്ളത്. ഡോർമെട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഫോണ് മറ്റു സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്രയ്ക്ക് സേഫ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത ഒരു ഹോട്ടലിലൊക്കെ ഇറങ്ങി. പക്ഷെ ഒക്കെ പോയി നോക്കുമ്പോഴൊക്കെ വെറും കച്ചറ ഇതാട്ടോ. ചെറിയ ബഡ്ജറ്റിലൊക്കെ വെറും കച്ചറ ഹോട്ടൽസ് വരുന്നത്.
അപ്പൊ നിങ്ങൾ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ നേരെ ഹോട്ടൽ ഭവാനി എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് വന്നാൽ മതി. അതാണ് ഒന്നുകൂടി ബെറ്റർ. നമ്മൾ ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. ഗുഡ് മോർണിംഗ് ഉടുപ്പി. ഇതാണ് ഉടുപ്പി ബസ് സ്റ്റാൻഡ്. നേരെ പോവാ. 2 മിനിറ്റ് ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ റൂം എടുത്ത് അവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ബാഗ് അവിടെ വെച്ച് പോയാൽ മതിയായിരുന്നു. അതിന്റെ മുന്നേ നമ്മൾ ലൊക്കേഷൻ ഇട്ട് നോക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് വന്നത്. നടന്നു പോയിട്ട് വരാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ ഈ ബാഗും ഇതൊക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണം. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. എവിടെയുള്ള അമ്പലം കാണിക്കുന്ന വെച്ചാൽ ഇവിടെ നടന്നു പോണം. ഇവിടെ തന്നെയാണ് അമ്പലം. എന്നാൽ ഈ റൂട്ടൊക്കെ ഏകദേശം വന്നു പോയ സ്ഥലങ്ങൾ പോലെ തോന്നുന്നുണ്ട്. ടെമ്പിൾ. അപ്പോൾ ഇതാണ് കേട്ടോ ശ്രീകൃഷ്ണമാത എന്ന് പറഞ്ഞ ക്ഷേത്രം. നമ്മളിവിടെ വരുന്ന വഴിക്ക് നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ക്ഷേത്രത്തിൻ്റെ ലുക്കല്ലല്ലോ ഉള്ളത്, ഇതൊരു ആശ്രമം പോലെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കൺഫ്യൂസായി. ഇത് തന്നെയാണ് ക്ഷേത്രം. ഉള്ളൊരു എൻട്രൻസ് ആണ് കാണുന്നത്. ഇവിടെ ലഡ്ഡു ഉണ്ട്, ലഡ്ഡു പ്രസാദം. ഇൻഫർമേഷൻ സെന്റർ ഫോർ ചപ്പൽ സ്റ്റാൻഡ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, വേ ശ്രീകൃഷ്ണ മാത. ഈ റൂട്ടുണ്ട് പോയാൽ മതി. നേരെ കുറച്ച് നടക്കാണ്ട് പോകുന്നുണ്ട്. ഒരു ആശ്രമം എങ്ങനെയാണോ ആ ഒരു ലെവലിലാട്ടത്. സംഭവമാണോ 130 പീഠങ്ങൾ കേട്ടോ, പീഠങ്ങളാണ്. ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ. ഈ ക്ഷേത്രത്തിന് അടുത്തുള്ള ഒരു ഹോട്ടലാട്ടത്. ഇതല്ല, ഇതാണ് ഹോട്ടല്, ആചാര്യ ദർശിനി. ഹോട്ടൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പഴയ ഹോട്ടലാണെങ്കിലും പുറത്ത് നോക്കുമ്പോൾ നല്ല ഓൾഡ് ആണെങ്കിലും ഉള്ളിൽ അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആട്ടോ, പറയാതിരിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഇവിടുത്തെ ഇഡ്ഡലി വട ഐറ്റംസ് ആട്ടത്. ഇപ്പോൾ 2 സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സാമ്പാർ, ചട്നി, ഇഡ്ഡലി വട 2 സ്പൂണ്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. സാമ്പാർ ആദ്യം തന്നെ, ഇഡ്ഡലിയും ചട്നി. നമുക്ക് അത്യാവശ്യം ടേസ്റ്റാണ്, നല്ല എരിവുണ്ട് ചട്നി. സാമ്പാർ കൂടി കഴിച്ചോ? സാമ്പാർ കുഴപ്പമില്ല കേട്ടോ. ഇന്നത്തെ സാമ്പാറിന് എപ്പോഴും ഒരു മധുരം ഉണ്ടാവും, ചെറിയൊരു മധുരം ഉണ്ടാവും എപ്പോഴും. വട, ചട്നി. അത്യാവശ്യം നല്ല ഫുഡാടാ. ക്ഷേത്രക്കുളമാണിത്. ഈ കുളം കാണുമ്പോൾ തോന്നുന്നത് വെച്ചാൽ നമ്മളെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിലാണ് ഈ കുളം എനിക്ക് തോന്നിയിട്ടുള്ളത്. കാണുമ്പോൾ നല്ല അത്യാവശ്യം ആ ഒരു ലെവലിലൊരു കാണുമ്പോൾ കാഴ്ചകൾ ആ ഒരു ഭംഗി കിട്ടുന്നുണ്ട്. പിന്നെ ഈ ആളുകൾ നടന്നു പോകുന്നത് നേരെ ദർശനത്തിനും പിന്നെ ഭക്ഷണം കഴിക്കാനാട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെ വേണം നമുക്ക് നടന്നു പോകാനായിട്ട്. ഇവിടുത്തെ ഭക്ഷണം കഴിക്കൽ, അതായത് ഇവിടുത്തെ അന്നദാനത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ നിലത്ത് വെച്ചിട്ടാണ് ഫുഡ് കഴിക്കാം. കൂടുതൽ ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്യുന്നത്. പിന്നെ പ്ലേറ്റും ഉണ്ട് കേട്ടോ. നമ്മൾ വന്ന വഴി ബാക്ക് സൈഡ് ആയിരുന്നു, അതാണ് അബദ്ധം പറ്റി.
എന്താ ബ്യൂട്ടി അല്ലേ, ആർക്കിടെക്ചർ ഒക്കെ അടിപൊളി കേട്ടോ, രക്ഷയില്ല. അല്ലേ നേരെ അഗൂന്റെ റോട്ടിൽ പോവായിരുന്നു. അപ്പോഴാണ് വണ്ടി പെട്രോൾ കുറവുള്ളതുകൊണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയാണ് ഇപ്പൊ. പിന്നെ ഉടുപ്പിയിൽ നമ്മളിപ്പോ അധിക സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല. എന്തായാലും ഉടുപ്പി ആ റൂട്ട് നമ്മൾ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാനുണ്ട് വിശദമായിട്ട്. അഗൂമ്പേക്ക് പോകുമ്പോൾ ഒരു മെയിൻ ജംഗ്ഷൻ ആണത്. അഗൂമ്പെ ശിവമോഗ ജില്ലയിലാണ് അഗൂമ്പെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇതാണ് ജംഗ്ഷൻ, കേരള ധർമ്മസ്ഥല. നേരെ പിടിച്ചാൽ മതി. ഇപ്പൊ മഴ ഉണ്ടോന്ന് അറിയില്ല. ഇപ്പൊ സമയം കറക്റ്റ് 10 മണി ആയിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞൊരു 1 മണിക്കൂർ 1.25 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തുന്ന വിചാരിക്കാം കേട്ടോ. ഇവിടെ വന്നപ്പോ തന്നെ എന്താ പറയാ, ഈ ഒരു ഏരിയക്ക് എത്തുമ്പോ തന്നെ ചെറിയൊരു തണുപ്പ് ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട്. നല്ല കാലാവസ്ഥ കേട്ടോ. ഇപ്പൊ ഇന്നലെ മഴ പെയ്തോണ്ടോന്നൊന്നും അറിയില്ല, നല്ല കാലാവസ്ഥ. കാരണം വെയിലും ഇല്ല, കാര്യങ്ങളും ഇല്ല, സെറ്റപ്പാണ്. പിന്നെ ഈ റൂട്ട് പോകുമ്പോ അധികം ആളും മനുഷ്യനൊന്നും ഇല്ല, ഒഴിഞ്ഞ റോഡുകളും ഇടയ്ക്കിടയ്ക്ക് വരുന്ന വണ്ടികളും. അഗൂമ്പയില് ജനവാസം വളരെ കുറവാണ്. ഏകദേശം 10-600 പേരായിട്ട് മാത്രമേ അവിടെ ജീവിക്കുന്നുള്ളൂ. പിന്നെ ചെറിയ ചെറിയ വീടുകളായിരിക്കും. മെയിനായിട്ട് അഗൂമ്പ അറിയപ്പെടുന്നത് സൗത്ത് ഇന്ത്യയിലെ ചിറാപ്പൂഞ്ചി എന്നാണ് പറയാ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ചിറാപ്പൂഞ്ചിയിലാണ്. അത് കഴിഞ്ഞാല് നമ്മൾ അഗൂമ്പയിലാണ് മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുക. അതിൽ തന്നെ ഏറ്റവും നീളം കൂടിയ രാജവെമ്പാലകൾ ഇവിടെ ഉള്ളതെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ 1-2 കാര്യങ്ങളുണ്ട്. കൂടുതലായിട്ടും ഇവിടെ ആളുകൾ വരുന്നത് മഴ കൊള്ളാനായിട്ട് കേട്ടോ. മഴ കൊള്ളാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അഗൂമ്പയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണത് വളരെ നല്ലതാണ്. കുറെ മുന്നേ തന്നെ നമ്മളെ ലിസ്റ്റിലുള്ള സ്ഥലം അത്. സെക്കൻഡ് എത്തിപ്പെടാൻ എളുപ്പമല്ല, അത്യാവശ്യം റൺ ചെയ്യാണ്ട്. നല്ല നീറ്റായിട്ടുള്ള ഹൈവേ. ഭാവിയിൽ ഇവിടെ ഒക്കെ ചെടികൾ വരും. ഈ രണ്ട് സൈഡിലല്ല, ഒരു സൈഡിൽ മൊത്തം നടുക്ക കൂടെ ചെടി വരും. ഈ റോഡിന്റെ ലെവൽ തന്നെ മാറും. ഇങ്ങനത്തെ ഒക്കെ നമ്മളെ കേരളത്തിൽ ഇങ്ങനെ കൊണ്ടുവരണം എന്നാണ് പറയാനുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലൂടെ ഒക്കെ പോകുമ്പോഴല്ലേ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാവുന്നത്. എന്ത് നീറ്റായിട്ട് കൊണ്ടുനടക്കണവരെ ഇവർക്ക്. ശിവമോഗ ഡിസ്ട്രിക്ട് ഹൈവേ. നമ്മളിപ്പോ ശിവമോഗ ഡിസ്ട്രിക്റ്റിലാണുള്ളത്. നമ്മള് പണ്ട് ചിക്കമംഗ്ലൂര് യാത്രയില് അന്ന് സമയം ഉണ്ടായിരുന്നു, പോവാനുള്ള പൈസ ഉണ്ടായിരുന്നു, പക്ഷെ പോവാൻ പറ്റില്ല. അത് വലിയൊരു മിസ്സിംഗ് ആയി. അന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമായിരുന്നു അത്. നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റ് എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ട കാറ്റാണ്. അഗൂമ്പ നിൽക്കുകയാണെങ്കിൽ ഒരു 2 days എങ്കിലും അഗൂമ്പ നമ്മൾ സ്റ്റേ ചെയ്യണം. അത് ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ അവിടെ നിൽക്കണം. 2 പകല് എന്തായാലും കിട്ടണം, എന്നാലേ ആകുമ്പോ നിന്നിട്ട് കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള 1-2 സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടേക്കാണെന്ന് വെച്ചാൽ അവിടേക്ക് പിടിക്കാൻ ഏറ്റവും ബെറ്റർ. നമ്മളെന്തായാലും ഇവിടെ 2 ദിവസം നിൽക്കില്ല. പിന്നെ ശൃംഗേരി ടെമ്പിളൊക്കെ ഉണ്ട്. ശൃംഗേരി ടെമ്പിൾ പോകണോ വേണ്ടയോ എന്നുള്ള സമയത്തിന്റെ പരിമിതി കാരണം ഇനിയിപ്പോ എവിടേക്കൊക്കെ എത്താൻ പറ്റും എന്നുള്ളത് നോക്കണം. അഗൂമ്പ് വിസിറ്റ് ചെയ്യേണ്ടത് ജൂലൈ തൊട്ടിട്ട് സെപ്റ്റംബർ വരെ കേട്ടോ. അപ്പോഴാണ് ഇവിടെ കൂടുതലായിട്ട് മഴ ഉണ്ടാവുക. ശരിക്കും ജൂലൈയിലാണ് നല്ല മഴ ഉണ്ടാവുക. സോമേശ്വര എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ ബസ് സ്റ്റാൻഡൊക്കെ, ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ സ്ഥലം കഴിഞ്ഞാലാണ് 14 എയർപിന്നോളം വരുന്നത് അഗൂമ്പ. അത് കഴിഞ്ഞാൽ അഗൂമ്പ. ഇതാണ് റോഡ് കേട്ടോ. നല്ല ബ്യൂട്ടിയാണ്. ഇപ്പൊ തന്നെ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നു തുടങ്ങിയിരിക്കണം. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഉടുപ്പിന്ന് ഇത്രയും ചെറിയ കിലോമീറ്റർ ആയിട്ട് ഇവിടെ എത്തുമ്പോൾ ഉള്ളൊരു ലെവല് വേറെയാണ്. ഉള്ളിൽ കയറി വെക്കാം.
എന്താ വ്യൂ. നല്ല മഴയാണ്. നല്ല മഴ ഇല്ല, ചെറിയ മഴ ഉള്ളൂ. നമ്മൾ സൺസെറ്റ് വ്യൂ പോയിന്റിന്റെ മുകളിലാണ് കേട്ടോ. അഗൂമ്പേന്നും കുന്താദ്രി ഹില്ലിലേക്ക് പോകുന്ന റൂട്ടാട്ടോ. റൂട്ട് വളരെ ഒറ്റപ്പെട്ട റൂട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ റൂട്ടിൽ കൂടെ ഒന്നും രാത്രിയിലൊന്നും യാത്ര ചെയ്യരുതേ. കുന്താദ്രി ഹില്ലിന്റെ എൻട്രൻസ് ആട്ടത്. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് മല. ഈ ഏറ്റവും ടോപ്പിൽ കാണുന്ന കേട്ടോ അമ്പലം. പക്ഷെ ഇതെങ്ങനെയൊന്നും ഇവിടേക്ക് എത്തുന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. സിഗ്നൽ കട്ടായി. അതുകൊണ്ടിപ്പോ മാപ്പ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്യാനും പറ്റിയിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. ഏകദേശം അടുത്തെത്തിപ്പോ. വാവ്, ഇതാണ് ഗേറ്റ്. കുന്താദ്രി ഹിൽ. ചില സമയത്ത് നല്ല മഴക്കാലത്തൊന്നും ഓപ്പൺ ചെയ്ത് കൊടുക്കില്ല കേട്ടോ. കൊടുത്തങ്ങോട്ട് മഴയുള്ള സമയത്തൊന്നും. ഇപ്പൊ വലിയ ഇപ്പൊ നോർമൽ കണ്ടീഷൻ ആണല്ലോ. അപ്പൊ മഴ അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാന്ന് വെച്ചാൽ ഇല്ല, എന്നാ മഴ ഉണ്ടാന്ന് വെച്ചാൽ ഉണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ. ഓഫ് റോഡ് റോഡൊന്നും നേരാക്കാനായിരുന്നു. നല്ലൊരു മഴയ്ക്കുള്ള തോന്നുന്നു. എത്തുമ്പോ കണ്ടിട്ട് കാളയാണോ പോത്താണോ മനസ്സിലാവില്ല. കളർ ഒരു വെള്ള കളറാണ്. റോഡൊക്കെ ആകെ കുണ്ടും പോയി. പണിയെടുക്കണോ ഓണാക്കി തിന്റെ ചാർജാണ്. ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ. കുന്താദ്രി ഹില്ലി. കുന്താദ്രി എൻട്രൻസ് പോയിന്റ് ആണത്. ചെറുതായിട്ട് ലൈറ്റായിട്ട് മഴ ഉണ്ട്.
കയറി വരുമ്പോൾ ഇവിടെ എന്തോ സംഭവം, പുരാതനമായ ക്ഷേത്രം അത്. ഇത് എത്രയോ വർഷങ്ങള് അല്ലേ കല്ലില് കൊത്തി എഴുതി വെച്ചെടുക്ക, കന്നഡ ഭാഷയല്ലേ. ഈ മനോഹരമായ ഒരു ക്ഷേത്രം ഒരു ജൈന ക്ഷേത്രമാണ്. ഇത് 17-ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. ഈ ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ എപ്പോഴും നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ പെയിൻറ്റിങ്ങും അതേപോലെ ടൈൽസിൻ്റെ വർക്കും ഒക്കെ നടന്നിട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ 2 പാറയാൽ തീർത്ത 2 കുളങ്ങളുണ്ട് കേട്ടോ. അടിപൊളിയാണ്, കാണാനൊക്കെ നല്ല വ്യൂ ആണ്. പണ്ട് കാലത്തെ ആചാര്യന്മാർക്കൊക്കെ ഇവിടെ നിന്നാണ് അവർ ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഇവിടെ നിന്നാണ് എടുത്തിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. കുന്താദ്രി ഹില്ലിലേക്ക് കയറാനായിട്ട് ഒരു പ്രധാനപ്പെട്ട റോഡുള്ളതുകൊണ്ട് തന്നെ ഈ റോഡ് നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. നമ്മൾ ഇത്രയും ലഗേജും ഇതൊക്കെ വെച്ച് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് കയറേണ്ട ആവശ്യമില്ല. റോഡ് 90% റോഡാണ്. മിക്ക ടൈമിലും കോടയാൽ മൂടപ്പെടും. മഴക്കാലത്താണ് ഒന്നുകൂടിയും സന്ദർശിക്കാൻ നല്ലത്. ഇപ്പോൾ ഞാൻ ചെന്ന ടൈമിലാണെങ്കിൽ ചെറിയ തണുത്ത കാറ്റും ചാറ്റൻ മഴയൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിരുന്നു കേട്ടോ, രക്ഷയില്ലായിരുന്നു. ഇവിടെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മെല്ലെ അവിടെ തിരിച്ചു. ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് കവൽദുർഗ ഫോർട്ടിലേക്ക് കേട്ടോ. കാണുന്ന ഷെഡ് കണ്ടോ, ആ ഷെഡിൽ നമ്മളെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വണ്ടി ഇവിടെ വെച്ച് നടക്കുക. എന്തായാലും നമുക്ക് പോയേക്കാം. ഈ പാടത്തിൽ കൂടെ വേണം നടന്നു പോകാനായിട്ട് കേട്ടോ. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഇവിടെ നടക്കണം. കവലദുർഗ ഫോർട്ട് ചുറ്റുഭാഗം പാടം എന്തൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ മാതിരിയല്ല, കറുപ്പ് കളറല്ല, അതൊരുമാതിരി കറുപ്പല്ല എന്നാൽ വെള്ളയല്ല, ഒരു മിക്സഡായിട്ടുള്ള കളറാണ് വരുന്നത്. കുറച്ച് റിസ്ക് ആണല്ലോ ഭായി, എങ്ങനെ പിന്നെ മേലേക്ക് കയറും സീന്. കവലദുർഗ ഫോർട്ട് കല്ല് പതിച്ചുണ്ടാക്കിയ വഴികളാട്ടോ. ഇത് കയറിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്താനായിട്ട്. കുറച്ച് റിസ്ക്കാണ് കയറല്. നല്ല സിനിമയിലൊക്കെ കണ്ട സ്ഥലം പോലെ ഉണ്ടല്ലോ, ബാഹുബലി ഉണ്ട് സ്ഥലം. ആളുകൾ നടന്ന് പാറൊക്കെ നല്ല മിനുസായി തുടങ്ങിയിരിക്കുന്നു. അമ്മച്ചി 2 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞേ, 2 കിലോമീറ്ററായി. ഇനി ഏതായാലും വന്നല്ലേ, കാണാതെ പോണത് മോശമല്ലേ, അതുകൊണ്ടാണ് നടത്താൻ തുടങ്ങിയതാ. നമ്മൾ ആദ്യം പോയി ഹിൽ സ്റ്റേഷനിൽ നിന്ന് ഇവിടുത്തെ നാട്ടുകാരുണ്ട്, കർണാടകൻ ആയിട്ടുള്ളൊരു പയ്യൻ പറഞ്ഞാണ് ഇത് അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഗൂഗിൾ മാപ്പിൽ അടിച്ച് നോക്കുമ്പോൾ 10-35 കിലോമീറ്റർ ഉള്ളു അവിടെ നിന്ന്. അപ്പം ഏതായാലും പോയൊക്കെ വിചാരിച്ചു. പക്ഷെ ലഗേജ് ഇട്ട് കയറലൊക്കെ വമ്പൻ പണി കേട്ടോ, വമ്പൻ ടാസ്ക്. അല്ലേ പാറിൻ്റെ മുകളിലൊക്കെ ഒരു ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടല്ലേ, ആമ എന്താ മീനാ തോന്നുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തുണ്ട്, മീൻ തന്നെ, ഇവിടെ ഒരു മീനുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ്. സംഭവം കൊള്ളാം. നടന്ന് കയറാൻ കുറച്ച് റിസ്ക് ആണ് കേട്ടോ, എളുപ്പമല്ല രാമകുട്ടി.
ഒരു മെയിൻ കവാടം, കടാവെന്ന് പറഞ്ഞു, കവാടം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. നേരത്തെ കുറച്ചൊരു മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും വെയിലായി. അപ്പോൾ അടുത്തൊരു ചാറ്റൽ മഴ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു കുളം കാണപ്പെടുന്നുണ്ട് കേട്ടോ, അല്ലേ? കരിങ്കല്ല് വെച്ചിട്ട് ഒക്കെ മിക്ക നിർമ്മിതിയും കരിങ്കല്ല് കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളത്. വ്യത്യസ്തമായ തൂണുകളും, കോട്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ, ഫുള്ള് കരിങ്കല്ല്. ഓ, എത്ര എണ്ണത്തെ കടന്നാലിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും മേലേക്ക് എത്തണം തോന്നുന്നുണ്ട്. ഇത് അപ്പുറത്ത് ഒരുപാട് മേലേക്കുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ടോപ്പ് വരെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ പാറ വെട്ടിയിട്ട് ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. റിപ്പണൊക്കെ വിട്ട് വരും. വ്യൂ രക്ഷയില്ല കേട്ടോ. വ്യത്യസ്ത ടെറൈന്മാരൊക്കെ തോന്നുന്നു. പല പല ഭൂപ്രകൃതിയും പിന്നെ തടാകങ്ങളും റോഡും പിന്നെ കോട്ടന്നെ സെറ്റപ്പാണ്. ഇപ്പോൾ വന്ന ടൈമിൽ വെച്ചെങ്കിൽ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒന്നുകൂടി മഴയൊക്കെ പെയ്യുള്ള ടൈമിൽ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. മൊത്തം പാറ വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ കയറി വരുന്ന ഈ സ്റ്റെപ്പും ഈ ഒരു പാറയുടെ
സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ കൊത്തിയെടുത്തതാണെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അതുപോലെ രൂപകൽപ്പന ചെയ്തിട്ട് കംപ്ലീറ്റ് പാറയാണ്. സിമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് പാറയാണ്. വെള്ളം സ്റ്റോർ ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ ചെറിയ 2-3 ഇതാക്കിയിട്ട് വെള്ളം സ്റ്റോർ ചെയ്തെടുക്കുകയാണ്. പിന്നെ എത്ര ആളുണ്ട് എന്നുള്ള വലിയ പിടുത്തില്ല അല്ലേ. പാറ തുരന്നിട്ട് സ്റ്റോർ ചെയ്തുള്ളതുണ്ട്. ഉടുപ്പിയിലെയും അഗൂമ്പയിലെയും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.